അടുത്തത് ഒരു പോവമാണ്. വില്ലി വൈസന്റ് ലേഡി ഓഫ് ദി ഓക്ക് ഹാസ് ഒക്ടോബർ വേസ്. വളരെ ഒരു വിയേർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊന്ന് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. വില്ലി വൈസന്റ് ലേഡി ഓഫ് ദി ഓക്ക് ഹാസ് ഒക്ടോബർ വേസ്. ഇതിൻ്റെ നമുക്ക് ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വർക്കിൻ്റെ ഓതറിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഇതൊരു അനോണിമസ് അല്ലെങ്കിൽ ഒരു കണ്ടംപററി പോവമാണ്. അതൊരു മോഡേൺ, അതായത് ഒരു ഫോക്ലോർ വേർഡ്സ് ആണ്. ഫോക്ലോറിൽ ഇൻസ്പയർഡ് ആയിട്ട് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നൊരു പോവമാണിത്. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഇമേജസ് ആണെന്നുണ്ടെങ്കിലും റൈം ആണെന്നുണ്ടെങ്കിലും ഇതിനൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഒക്ടോബർ പോവമാണിത്. ഒക്ടോബറിൽ ഹാപ്പൻ ചെയ്യുന്നൊരു പോവമാണ്. അതിനൊരു എന്തുവാ പറയുന്നത്, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ടോണാണ് ഉള്ളത് ഈ ഒരു പോയത്തിന്. ഒരു പ്ലേഫുൾ ടോണുണ്ട്. അപ്പോൾ ഒരിച്ചിരി ലൈറ്റ്ലി ഹ്യൂമറസ് ആയിട്ടുള്ളൊരു രീതിയിൽ വിച്ച് ക്രാഫ്റ്റിനെ കുറിച്ചും ഫാമിലി മിത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആൻഡ് സൂപ്പർ നാച്ചുറൽ തീംസും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ടൈറ്റിൽ എന്ന് പറയുന്നത് വൈലി വൈസന്റ് അല്ലെങ്കിൽ വില്ലി വൈസന്റ് ലേഡി ഓഫ് ദി ഓക്ക് ഹാസ് ഒക്ടോബർ വേസ്. ഇതിനകത്ത് കുറച്ച് മിത്തിക്കലായിട്ട് ഓട്ടം ഒരു വിച്ച് ലൈക്ക് ഇമേജ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച്, ദുർമന്ത്രവാദിനി. ഓക്കെ, മന്ത്രവാദിനി. വൈലി എന്ന് വെച്ചാൽ ക്ലവർ അല്ലെങ്കിൽ ക്ലവർ എന്നാണ് മീനിങ്. വൈസന്റ് എന്ന് വെച്ചാൽ ഏജ്ഡ് അല്ലെങ്കിൽ വൈസ്. ലേഡി ഓഫ് ദി ഓക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി ഓഫ് ദി ഓക്ക് എന്ന് വെച്ചാൽ അറിയാലോ, ഒരു ഓക്ക് ട്രീ, ഓക്ക് മരം. ആ മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നേച്ചറിൻ്റെ സ്പിരിറ്റ് എന്ന് നമുക്ക് പറയാം. നേച്ചറിൻ്റെ ഒരു ഓറ. ഒക്ടോബർ വേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം സീസണെ കുറിച്ച് അല്ലെങ്കിൽ ഹാലോവിൻ സീസണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു മിസ്റ്ററി, ചേഞ്ച്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പോം സംസാരിക്കുന്നത്. അപ്പോൾ വൈലി വൈസൻ ലേഡി ഓഫ് ദി ഓക്ക് ഹാസ് ഒക്ടോബർ വേസ്. പോം ഓപ്പൺ ചെയ്യുന്നത് ഒരു വയസ്സായിട്ടുള്ള ഓൾഡ് വുമണിൻ്റെ ഇമേജ് വെച്ചിട്ടാണ്. അവർക്ക് ആ ഒരു ഓട്ടം സീസണിൻ്റെ സ്പിരിറ്റ് അവർ എംബോഡി ചെയ്യുന്നു. അപ്പോൾ ഡബ്ല്യു എന്നുള്ള ഈ ഒരു സൗണ്ട്, അല്ലെങ്കിൽ ഡബ്ല്യു സൗണ്ട് അല്ല, വ് എന്നുള്ള സൗണ്ട് ഈ ഒരു ഫസ്റ്റ് ലൈനിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു റിതം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്ക് ട്രീയുമായിട്ട് ഈ ഒരു വൈസ് ഓൾഡ് വുമണിന് ബന്ധമുണ്ട്. അത് ആ സ്ട്രെങ്ത്, വിസ്റ്റം അല്ലെങ്കിൽ നേച്ചറുമായിട്ടൊരു കണക്ഷനാണ് കാണിക്കുന്നത്. ഒക്ടോബർ വേസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഹാലോവിൻ ആണ് ഒക്ടോബർ എന്ന് പറയുന്നത്. ഹാലോവിൻ സീസണാണ്. മാജിക്, ഹാർവെസ്റ്റ് റിച്വൽസ്, ആ ഒരു സീസണിൻ്റെ ഒരു മിസ്റ്ററി, ഇതെല്ലാം നമുക്ക് ഈ ഒരു ലൈനകത്ത് കാണാൻ സാധിക്കും. സ്റ്റോപ്പ് ഇഫ് യു മസ്റ്റ് ബട്ട് ഡു നോട്ട് ഈറ്റ് ഹർ ക്രേസ്. ഇനി വോൺ ചെയ്യുവാണ് റീഡേഴ്സിൻ്റെ അടുത്ത്. അവരുടെ ക്രേസ്, അവരുടെ ക്രിയേഷൻസ് അല്ലെങ്കിൽ അവരുടെ മാജിക് അല്ലെങ്കിൽ അവരുടെ ടെംപ്റ്റേഷൻസ് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഡു നോട്ട് ഈറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഫാരി ടെയിൽ പോലെ പറയുവാന്ന്. ആ ഒരു, അതായത് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയൊന്നും കഴിക്കരുത് എന്ന് പറയുവാണ്. ഒരു കോഷൻ പറയുവാണ്, അവരുടെ അടുത്ത് പോയൊന്നും കഴിക്കരുത്. ബിക്കോസ് അവരുടെ മാജിക് എന്ന് പറയുന്ന കുറച്ച് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ടെംപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്, എൻചാൻറ്റിങ് ആണ്. അതുകൊണ്ട് അവിടെ പോയൊന്നും കഴിക്കരുത് എന്ന് പറയുവാണ്. ഒരു ഫാരി ടെയിൽ പോലെ നമ്മുടെ അടുത്ത് പറയുവാണ്. ഹെർ പംകിൻ പീച്ച് പൈസ് വിൽ പുട്ട് യു ഇൻ ടു എ ഡേയ്സ്. അതായത് ഈ ഒരു വിച്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വൈസ് ഓൾഡ് വുമണിൻ്റെ പംകിൻ പീച്ച് പൈ, അത് വളരെ സ്വീറ്റാണ്, വളരെ വാംതാണ്. പക്ഷെ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും നമ്മളെ. അത് കഴിക്കരുതെന്ന് പറയുവാണ്. അത് ആ ഒരു ഡൊമസ്റ്റിക് ഇമേജിനെ കാണിക്കുവാണ്. ബേക്കിംഗ്, അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ കാണിക്കുവാണ്. സൗണ്ട്സ് പെർഫെക്റ്റ് സെറ്റ് മൈ ഗോസ്ലി കസിൻ സർ ഹെയ്സ്. ഒരു കോമിക് ആൻഡ് ഗോസ്ലി ക്യാരക്ടറിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, സർ ഹെയ്സ്. അതൊരു ഫാമിലി ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റാണ്. അപ്പോൾ ആ ഒരു ഹെയ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര്, ഹെയ്സ് എന്ന് വെച്ചാൽ എന്താ മീനിങ്, മഞ്ഞ് മൂടിയ അല്ലെങ്കിൽ ഫോഗി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ആ ഫോഗിനെസ് കാണിക്കാൻ വേണ്ടിയാണ് ഒക്ടോബറിലെ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരു സീസണിൻ്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു മൂഡിന് പിന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു പേര്, ഒരു ക്യാരക്ടറിനെയാണ് ഇവിടെ ഹെയ്സ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യരുത്, ഒന്നും കഴിക്കരുത് ആ വിച്ചിൻ്റെ കയ്യിൽ നിന്ന്. ഹി ഗോട്ട് ദ റെസിപ്പി ബട്ട് കുഡ് നെവർ മേക്ക് ഇറ്റ് ഹർ വേസ്. അപ്പോൾ ഈ ഗോസ്ലി കസിന്, ഹെയ്സിന് ഈ ഒരു വിച്ചിൻ്റെ റെസിപ്പി കിട്ടിയതാ. ട്രൈ ടു ഇമിറ്റേറ്റ് ഹെർ. ആ ഒരു ഫുഡ് ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ആ ഒരു മാജിക് ഇയാൾക്ക് കിട്ടിയില്ല. അതായത് പവർ എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസിലല്ല, അവരുടെ എസെൻസിലാണ് പവർ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു ഏജിൻ്റെ, എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സീക്രട്ട് മാജിക്കൽ നോളജിൻ്റെ വിസ്ഡം, അതൊരിക്കലും നമ്മുടെ കസിൻ ഹെയ്സിന് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ പോലെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മാജിക്കൽ പവേഴ്സ് ഒന്നും ഇയാൾക്ക് കിട്ടുന്നില്ല. അപ്പം മാജിക്കൽ ആ ഒരു ട്രൂ ആർട്ടിസ്ട്രി അല്ലെങ്കിൽ മാജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. അതൊരു മെത്തേഡല്ല കോപ്പി ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ ഒരു എക്സിസ്റ്റൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എസൻസിൽ വരേണ്ട കാര്യമാണ്. ഐ തിങ്ക് ഷീ ലെഫ്റ്റ് ഔട്ട് ഇൻഗ്രീഡിയൻസ് സെറ്റ് മൈ ഗ്രാൻഡ് മാ മേസ്. ഇനി ഗ്രാൻഡ് മദറിൻ്റെ കമൻ്റ് ആണ് പറയുന്നത്.
അതായത് ആ ഒരു ഹിഡൻ നോളജിനെ കുറിച്ച് സംസാരിക്കുവാണ്. ഈ സീക്രറ്റ് പാസ് ഡൗൺ ചെയ്യുവാണ്, ഇൻറ്റൻഷനലി ഇങ്ങനെ പാസ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എത്ര പാസ് ഡൗൺ ചെയ്താലും ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴും ചില സമയത്ത് ഇൻഗ്രീഡിയൻസ് വർക്കൗട്ട് ആവത്തില്ല. അപ്പോൾ പറയുന്നത് വെച്ചാൽ ചില സമയത്ത് വിസ്ഡം, ചില ആൾക്കാരുടെ വിസ്ഡം എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ജീവിച്ച് പഠിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മദർ അതാണ് പറയുന്നത്. വി ഷുഡ് നോ ബിക്കോസ് ഷീ ഡസ് ഇറ്റ് ടു അതേഴ്സ് സെഡ് ആൻറ്റി മെയ്സ്. ആൻറ്റി മെയ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീ ബാക്കിയുള്ളവരെ ട്രിക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു നേച്ചർ അങ്ങനെയാണ്. ഈ ഒരു വുമണിനെ പേടിച്ചേ പറ്റൂ, എന്നാൽ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അവരൊരു ലോക്കൽ ലെജൻഡ് ഫിഗർ ആണെന്ന് ആര് പറയുവാണ്? ആൻറ്റി മെയ്സ് പറയുവാണ്. വണ്ടർഫുൾ വൈസ് ആൻഡ് ലേഡി ഓഫ് ദി ഓക്ക് ഹാസ് ഒക്ടോബർ വേസ്. ക്ലോസിംഗ് ലൈൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓപ്പണിംഗ് ലൈൻ്റെ അതേ ലൈൻ തന്നെയാണ് ക്ലോസിംഗ് ലൈനും. അതൊരു സർക്കിൾ പോലെ പറയുവാണ്, ഒരു മന്ത്രം പോലെ അല്ലെങ്കിൽ ഒരു ചാൻറ്റ് പോലെ, ഒരു മാജിക്കൽ സ്പെല്ല് പോലെ പറയുവാണ്. ഈ ഒരു വണ്ടർഫുൾ ലേഡി, അപ്പോൾ അവരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ അഡ്മയർ ചെയ്യേണ്ട ഒരു ലേഡിയാണ്. അവരുടെ ആ ഒരു പവറിനെ, അവരുടെ ആ ഒരു ചാമിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വഴികളുണ്ട്, രീതികളുണ്ട് എന്ന് പറയുവാണ്. അപ്പോൾ ഇത് പോയത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ക്രിയേഷൻ്റെ മിസ്റ്ററി, ഓൾഡ് വിസ്ഡം, സീസണൽ ചേഞ്ച്, ഇതെല്ലാം ഒരു ഫാമിലിയുടെ സ്റ്റോറിയിലൂടെ പറഞ്ഞു പോയേക്കുവാണ്. ഒരു ഗോസ്റ്റ് ലൈക്ക് ടെയിലൂടെ പറഞ്ഞു പോയേക്കുവാണ്. ഓട്ടം അല്ലെങ്കിൽ ഒക്ടോബർ സീസണിൻ്റെ മാജിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്ത്രീയുടെ ഫെമിനൈൻ വിസ്ഡം ആൻഡ് പവർ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ലേഡി ഓഫ് ദി ഓക്ക് വളരെ ഏൻഷ്യൻ ക്രിയേറ്റീവാണ്, സീക്രട്ടീവാണ്, ബോത്ത് നർച്ചറിങ്ങുമാണ്, പക്ഷേ എന്നാൽ അവർ ഡേഞ്ചറസുമാണ്. ത്രൂ ഗ്രാൻഡ്മ ആൻറ്റി അല്ലെങ്കിൽ ഗ്രാൻഡ്മയിലൂടെ അല്ലെങ്കിൽ ആൻറ്റിയിലൂടെ അല്ലെങ്കിൽ ആ ഗോസ്ലി കസിൻ ഹീസിലൂടെ പോവാം ഒരു ഫാമിലി ലെജൻഡായിട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനറേഷൻ ടു ജനറേഷൻ. ഈ ഒരു കഥ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ്. ആ ഒരു സ്പൂക്കിനെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാജിക്കലാണ്, അതിനകത്ത് കുറച്ച് വിച്ച് ക്രാഫ്റ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇവർ പറയുവാണ്. ഈ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ഫാമിലിയിലുള്ള ആളുകൾ ഡിസ്കസ് ചെയ്യുവാണ് കേട്ടോ. അവരെക്കുറിച്ച് അവർ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്, അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർ കഴിക്കരുത്, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോയി കഴിക്കരുത്, കാരണം അവൾ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. അത്രയും ഭയങ്കര മാജിക്കൽ എഫക്റ്റാണ് അവരുടെ ഫുഡിനുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ആ ഒരു റെസിപ്പി, ഫുഡ് റെസിപ്പി നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ആർക്കും ആ ഒറിജിനൽ ക്രിയേറ്ററിൻ്റെ ടച്ച് നമുക്ക് ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഈ ഒരു പോത്തിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമില്ല, ഒരു വിച്ചിനെ കുറിച്ച്, വളരെ വയസ്സായിട്ടുള്ളൊരു ഒരു വിച്ച് ലേഡിയെ കുറിച്ച്, അവരുണ്ടാക്കുന്ന ഫുഡ് ഐറ്റത്തിനെ കുറിച്ചും അവരുടെ ആ ഒരു മാജിക്കൽ സ്പെല്ലിനെ കുറിച്ചും ഒരു ഫാമിലിയിലുള്ള ആൻറ്റിയും ഗ്രാൻഡ്മയും കസിനും കൂടി ഡിസ്കസ് ചെയ്യുവാണ് നമ്മുടെ നറേറ്ററുമായിട്ട്. നറേറ്റർ എന്ന് വെച്ചാൽ ഈ ഒരു പോയത്തിൻ്റെ സ്പീക്കറുമായിട്ട് ഡിസ്കസ് ചെയ്യുവാണ്. അവരുടെ ആ ഒരു വിസ്റ്റത്തിനെ മാച്ച് ചെയ്യാൻ ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ആ ഒരു വിച്ച് ഉണ്ടാക്കുന്ന ഫുഡ് ഇവർക്ക് ആർക്കും അതേപോലെ ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ എന്ത് ചെയ്യുവാണ്? ഈ ഒരു ഫാമിലി ടെയിലൂടെ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഈ കഥകൾ പാസ് ചെയ്ത് പോവുകയാണ്. അവരുടെ ആ ഒരു വിസ്റ്റത്തിനെ അഡ്മയർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ ഡേഞ്ചറസ് ആണെന്നും പറയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അതൊരിക്കലും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ എസെൻസിൽ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിലുള്ളൊരു കാര്യമാണ് എന്ന് പറയുവാണ്.